ഹായ്, നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 3-4 നല്ല ആപ്ലിക്കേഷനുകൾ, വളരെ യൂസ്ഫുൾ ആയ നല്ല ആപ്ലിക്കേഷനുകൾ പ്ലസ് 1-2 നല്ല സൈറ്റുകളും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ സംഗതി യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീൽ. കണ്ടോ, ഈ സീലിന്റെ പടമുള്ള ഒരു സീൽ ഐക്കണോട് കൂടിയ ആപ്ലിക്കേഷനാണ് ഇത്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തോന്നുകയാണ്. നമ്മളത് ഷെയർ കൊടുക്കുന്നു, നേരെ സീൽ സെലക്ട് ചെയ്യുന്നു, ഡൗൺലോഡ്. വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായി വരും. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, അതിൽ നിന്ന് ആ വീഡിയോ ഷെയർ കൊടുക്കുന്നു, സീലിലേക്ക് എടുക്കുന്നു, ഡൗൺലോഡ്. നമ്മുടെ ഗാലറിയിലേക്ക് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ കാണാം. കണ്ടോ, ഞാൻ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനകത്തുണ്ട്. സോ ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു ആപ്പ് കൊണ്ട് പറ്റും. ഇനി അടുത്ത വളരെ യൂസ്ഫുൾ ആയ ഒരു സംഗതിയാണ് മാക്ഡ്രോയിഡ് ഡിവൈസ് ഓട്ടോമേഷൻ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമ്മുടെ ഫോൺ നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിലുള്ള മെസ്സേജുകൾ നോക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാനുള്ള സാധ്യത, ഇങ്ങനൊരു സംഗതികളൊക്കെ ഉണ്ടല്ലോ. അവരോട് നമുക്ക് ഫോൺ തുടരലേ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അവർ കാണാനും പാടില്ല. എന്നാൽ അവന്മാരാണെങ്കിൽ കിട്ടിയ ആപ്പിനൊക്കെ നോക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ വരും. അപ്പൊ തന്നെ ലോക്കായി പോകും. വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാട്സപ്പ് ക്രാഷ്ഡ് എന്ന് എഴുതി കാണിക്കും. കാലണ്ടർ ഞാൻ ഇതും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അത് ഓപ്പൺ ചെയ്താൽ കണ്ടോ, ഓഫായി പോകും. വാട്സപ്പ് ക്രാഷ്ഡ് എന്ന് മറ്റോ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അങ്ങ് വരും. സോ അത് ക്രാഷ് ആയി എന്നർത്ഥം. അപ്പോൾ കിട്ടിയ ആളെ സംബന്ധിച്ച്, ഈ നോക്കുന്ന ആളെ സംബന്ധിച്ച്, ഇതൊക്കെ ക്രാഷ് ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആന്നേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയും, ആന്നേ അത് ഭയങ്കര പ്രശ്നമാണ്, അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ശരിയാക്കാൻ വെച്ചിരിക്കുക, ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇരുന്നോട്ടെ, തൊടാൻ നിൽക്കേണ്ടത് ഇത്തിരി പ്രശ്നത്തിലാണെന്ന് അങ്ങനെ പറഞ്ഞ് നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാം. സോ ഈ ഒരു സംഗതി എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മാക്ഡ്രോയിഡ് ഡിവൈസ് ഓട്ടോമേഷൻ എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അലോ കൊടുത്ത് നമ്മളിത് നെക്സ്റ്റ് അടിച്ച് ടിക്ക് കൊടുത്ത് ഇവിടെ എത്തുന്നു. ഇതിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് എടുക്കുക. ടെംപ്ലേറ്റ്സിൽ നമ്മൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യേണ്ടത് ഇറർ മെസ്സേജ് എന്നാണ്. സെർച്ച് ചെയ്തിട്ട് വരുന്നതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ടാപ്പ് കൊടുക്കുക. ഓക്കെ, ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കുകയാണ്. ഇതിവിടെ കാണുന്നത് ഈ ആക്സസിബിലിറ്റി മാക്ഡ്രോയിഡിൻ്റെ എല്ലാ ആക്സസിബിലിറ്റി ഓപ്ഷനും ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് എടുക്കുക. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് കൺഫിഗർ എന്നുള്ളതിൽ കൊടുക്കുക. കോൺഫിഗർ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് എന്നാണ്. ഓക്കെ കൊടുക്കുന്നു. സെലക്ട് ആപ്ലിക്കേഷൻ ഓക്കെ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് വരും. അതിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ്, അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ഇങ്ങനെ ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലോക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ അങ്ങ് ലോക്കായി നിൽക്കും. പിന്നെ ഓൺ ചെയ്യാൻ നോക്കിയാൽ വാട്സപ്പ് ക്രാഷ്ഡ് എന്ന മെസ്സേജ് വരുന്നു. സോ വേണ്ടവർ ഉപയോഗിച്ച് നോക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസും റേറ്റിംഗും ഒക്കെ നോക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും അതിൻ്റെതായ റിവ്യൂസും റേറ്റിംഗും നോക്കി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് കണ്ണും പൂട്ടി ഇൻസ്റ്റാൾ ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യമായാൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അടുത്തൊരു സംഗതിയാണ്, വളരെ യൂസ്ഫുൾ ആയ ഒരു സംഗതിയാണ് എഡ്ജ് കാർഡ് ലോഞ്ചർ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ഫോണിൻ്റെ സൈഡിൽ നിന്ന് ഒരൊറ്റ സ്വൈപ്പിന് നമുക്ക് ഒരുവിധം നമ്മുടെ അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടുന്ന എല്ലാ സംഭവങ്ങളും, ആപ്ലിക്കേഷനുകളാണെങ്കിലും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ, പ്രധാനപ്പെട്ട കോൺടാക്റ്റുകൾ, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, വൈബ്രേഷൻ മോഡിലേക്കുള്ള ബട്ടൺ, അതേപോലെ തന്നെ താഴെ റൊട്ടേഷൻ്റെ ബട്ടൺ, ടോർച്ചിൻ്റെ ഐക്കൺ, ഇങ്ങനെ പല സംഭവങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരിടത്ത് ഒറ്റ സ്വൈപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ് എഡ്ജ് കാർഡ് ലോഞ്ചർ എന്ന് പറയുന്ന സംവിധാനം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സംഗതി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്തേക്ക് ഫേവറേറ്റ് എന്നുള്ള സെക്ഷനിലേക്ക് വേണ്ടുന്ന ഫേവറേറ്റായി ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് ഫേവറേറ്റ് കോൺടാക്ട് എന്നുള്ളിടത്തേക്ക് ഫേവറേറ്റ് കോൺടാക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. സംഗതി സെറ്റായി. മുകളിൽ ഈ ഒരു ലോഞ്ചർ ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്താലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. എല്ലാം ചെയ്താലും അത് ഓൺ ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ. സോ അപ്പോൾ അത് ഓണും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ്. പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ ഈ പറഞ്ഞ ഒറ്റ ക്ലിക്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. ഇനി മറ്റൊരു സംഗതിയാണ് മാജിക് റേസർ. ഇത് നോർമലി പലതരത്തിലുള്ള സംവിധാനമുണ്ട്, ഗൂഗിൾ ഫോട്ടോസിലൊക്കെ ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു. അതായത് ഈ ഒരു ആപ്പ് മാജിക് റേസർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ ഈ എയർപോർട്ടിൻ്റെ ഭാഗം എനിക്കിവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആ ഒരു സംഗതി അവിടെ നിന്ന് പോയി. കണ്ടോ, എന്തെങ്കിലും വൃത്തികേടൊന്നുമില്ല, വളരെ നീറ്റായിട്ട് അത് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തു, അതിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ മാജിക് റേസർ എന്ന ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. അടുത്തത് കാൽക്കുലേറ്റർ വാൾട്ടുകൾ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലതരം ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകളുണ്ട്. ഇത് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി, നന്നായിട്ടും തോന്നി. വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പരസ്യങ്ങളുടെ ഒരു ശല്യമുണ്ട്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി, ഒരു പരസ്യം വരില്ല, പിന്നെ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ആദ്യം തന്നെ പാസ്വേഡ് അടിക്കാനാണ് പറയാം. നമ്മളൊരു പാസ്വേഡ് അടിക്കുന്നു, ഇസിക്കൽ ടു അടിച്ചു കൊടുക്കുന്നു, റീ എൻറ്റർ ചോദിക്കും, വീണ്ടും പാസ്വേഡ് അടിക്കുന്നു, ഇസിക്കൽ ടു അടിക്കുന്നു, സംഗതി ക്ലോസ്. ഇനി നമുക്ക് ഈ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് താഴെ ഗാലറി ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ സംഗതികൾ കാണും. അതിനകത്തേക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മറ്റാരും കാണുകയുമില്ല. ആരെങ്കിലും നോക്കിയാൽ മുകളിൽ ഒരു കാൽക്കുലേറ്റർ കിടക്കുന്ന പോലെ തോന്നുള്ളൂ. അത് ഓപ്പൺ ചെയ്താൽ 10 + 10 20 കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ കാൽക്കുലേറ്റർ ആണെന്നേ ആൾക്കാർക്ക് തോന്നുള്ളൂ. ബട്ട് നമ്മുടെ സീക്രട്ട് പാസ്വേഡ് അടിച്ചിട്ട് ഇസിക്കൽ ടു അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സീക്രട്ട് വാൾട്ട് ഓപ്പൺ ആയി വരും അതിനകത്ത്. സോ അടിപൊളി സംഗതിയാണ്. ഇതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മാത്രമൊന്നുമില്ല, ക്ലോക്ക് ഉണ്ട്, പലതരത്തിലുള്ള സംഗതികളുണ്ട്. ഞാൻ ഇതൊരെണ്ണം വളരെ നന്നായിട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. ഇനി ഹോം സ്ക്രീനൊക്കെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ഏരിയ ഹോം സ്ക്രീൻ നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പെല്ലറ്റ് ഹോം സ്ക്രീൻ സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പല രീതിയിലുള്ള ഹോം സ്ക്രീൻ സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന സംഭവങ്ങൾ, ആ ഒരു തീമിന് താഴെ കാണുന്ന നോവ ലോഞ്ചറിൻ്റെ സംഭവം വേണ്ടി വരും. അത് ഇൻസ്റ്റാൾ ചെയ്യാം. തൊട്ടപ്പുറത്ത് ഐക്കൺ പാക്ക് കാണാം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങളിൽ ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സംഗതി നമ്മൾ ഈ കാണുന്ന ഒരു പ്രിവ്യൂ അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ആയി കിട്ടണമെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇതിന് പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോഴല്ല ഭൂരിഭാഗവും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ ഐക്കൺ പാക്കിന് പ്രത്യേകിച്ചും. താല്പര്യം ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടിപൊളി സംഭവമാണ്, വേണമെങ്കിൽ ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു നല്ല യൂസ്ഫുൾ ആയ ഒരു സംഗതിയാണ്, പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ലെറ്ററുകൾ എഴുതേണ്ടി വരുമ്പോൾ അത് എങ്ങനെ എഴുതുമെന്നറിയാതെ ഇംഗ്ലീഷ് വലിയ പ്രാവീണ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളുടെ സ്കൂളിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു ലീവ് ലെറ്റർ എഴുതേണ്ടി വരുമ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന്, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നൊക്കെ അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് വളരെ നല്ലൊരു സൗകര്യം ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ beta-openai.com എന്നുള്ളത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പ്ലേ ഗ്രൗണ്ട് എന്ന സെക്ഷനിലേക്ക് വന്നിട്ട് ലീവ് ലെറ്റർ ഹെഡ് ഏക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് ഇതിന് ഹെഡ് ഏക്കോ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ജസ്റ്റ് ലീവ് ലെറ്റർ എന്ന് എഴുതുന്നു, ഹെഡ് ഏക്ക് എന്ന് എഴുതുന്നു, താഴെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തലവേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലീവ് ലെറ്റർ അവിടെ ക്ലിയർ ആയിട്ട് ടൈപ്പായി വരും. നിങ്ങൾക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ലീവ് ലെറ്റർ അയക്കുക, പ്രിന്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി മറ്റൊരു വളരെ യൂസ്ഫുൾ ആയ ഒരു സംഗതി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗൂഗിളിനകത്ത് കയറിയാൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സൈറ്റ്, ഈ ഒരു സംഗതിയാണ് നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അതിനകത്തേക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്കൊരു ഒഫീഷ്യൽ ഫോട്ടോ ആക്കണമെങ്കിൽ താഴെ നമുക്കിവിടെ കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളർ ഏത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഞാനിട്ടിരിക്കുന്ന ഷർട്ട് മാറ്റിയിട്ട് അവിടെ ഒരു കോട്ടും സൂട്ടൊക്കെയുള്ള സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടപ്പെട്ട കോട്ടും സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് കിഡിലൻ ലുക്കിൽ ഇരിക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡിയായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സോ അപ്പോൾ ഇത്രയുമാണ് കുറച്ച് നല്ല ആപ്ലിക്കേഷനുകളും നല്ല സൈറ്റുകളും എനിക്ക് യൂസ്ഫുൾ ആയ സംഗതികളായിട്ട് തോന്നിയത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. സംഗതി യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.